സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 15/12/2023 വെള്ളിയാഴ്ച നടന്ന 8ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ആൻസർ കീ ആണ്. ഇവിടെ ആദ്യത്തെ സൂചന എന്താണെന്ന് നോക്കാം. മേരെ ബच्चे को सिखाएं पत्र का यह अंश पढ़ें और 1 से 3 तक के प्रश्नों के उत्तर लिखें. മേരെ ബച്ചേക്കോ സിഖായം എന്ന പാഠഭാഗത്തിൻ്റെ ഭാഗം വായിച്ചിട്ട് 1 മുതൽ 3 വരെയുള്ള ചോദ്യത്തിന് ഈ പാരഗ്രാഫിനെ അടിസ്ഥാനമാക്കി ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഏത് ഭാഗമാണെന്ന് നമുക്ക് നോക്കാം. വഹ് ഭലേ ലോഗോं के साथ नेक व्यवहार करे और बदमाशों को करारा सबक सिखाए. जब लोग भेड़ों की तरह एक रास्ते पर चले रहे हो तो उसमें भीड़ से अलग होकर अपना रास्ता बनाने की हिम्मत हो. उसे सिखाएं कि वह हर एक की बात को धैर्यपूर्वक सुने, फिर उसे सत्य की कसौटी पर कसे और केवल अच्छाई को ही ग्रहण करो. अगर हो सके तो उसे दुख में भी हंसने की सीख दें. ഇവിടുത്തെ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആ പാരഗ്രാഫിനെ അടിസ്ഥാനമാക്കി വന്ന ചോദ്യങ്ങൾ. 1. ഉസ്മേം മേ നിഹിത് സർവനാം കോൻസാഹെ. ഉസ്മേം എന്ന വാക്കിലുള്ള സർവനാമം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പം സർവനാമത്തിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ സെക്കൻഡ് ഓപ്ഷനാണ്. വഹു എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഉസ്മേം എന്നതിൽ അടങ്ങിയിട്ടുള്ള സർവനാമം വഹു ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബദ്മാശോं के संबंध में അബ്രഹാം ലിങ്കൻ ക്യാ കഹത്തെ ഹേ. മോശം സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ച് അബ്രഹാം ലിങ്കൻ എന്താണ് പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരമായി നമുക്ക് എഴുതാൻ കഴിയും. ബദ്മാശോं को आसानी से काबू में किया जा सकता है, ബദ്മാശോं को करारा सबक सिखाए. അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. 4 ശരിയായ ഉത്തരമുണ്ട്, അത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4 മാർക്ക് നമുക്ക് വലതുവശത്തായി കാണാൻ സാധിക്കും. അപ്പം ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ വരി ശരിയാണ്. ഹമേ ഭീഡ് സെ അലഗ് ഹോക്കർ അപ്പിന രാസ്ത ബനാനാഹി. ആൾക്കൂട്ടത്തിൽ നിന്നും വേറിട്ട് നമ്മളുടേതായ വഴി സ്വീകരിക്കണം, അതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ആൻസർ ആണ്. ഇനി സെക്കൻഡ് വരി, രണ്ടാമത്തെ വരി ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. അടുത്തത് ശരിയായിട്ടുള്ള സെന്റൻസ് ആണ്. നമ്മൾ നല്ല ആളുകളോട് മോശമായ പെരുമാറ്റമാണ് വേണ്ടത്, അല്ലല്ലോ, അത് തെറ്റാണ്. 3. ഹമേ ഹരേക്ക് കി ബാത്ത് ധൈര്യപൂർവ്വക സുനിനി ഹെ. നമ്മൾ ഓരോരുത്തരുടെ കാര്യവും ധൈര്യപൂർവ്വം കേൾക്കണം. അപ്പോൾ മൂന്നാമത്തെ ആൻസർ ശരിയാണ്. 4. ഹമേ ബുരായി കോ ഗ്രഹൺ കർണ ഹെ. നമ്മൾ തെറ്റിനെ ഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ തെറ്റിനെ നാം സ്വീകരിക്കണം. ആ സെൻറ്റൻസ് തെറ്റാണ്. അടുത്തത് ഹമേ ദുഃഖ് മേ ബി ഹസ്ന ഹെ. നമ്മൾ ദുഃഖം വരുമ്പോൾ പോലും നമ്മൾ ചിരിക്കണം. അപ്പം അത് ശരിയാണ്. ഹമേ ഹർ ബാത്ത് കോ സത്യ കി കസൗട്ടി പർ കസ്ന ഹെ. നമ്മൾ ഓരോ കാര്യത്തെയും സത്യത്തിൻ്റെ ഉരകല്ലിൽ ഉരയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാം സത്യമാണോ എന്നുള്ളത് അറിയണം എന്നാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 1, 3, 5, 6 സെൻറ്റൻസുകളാണ്. 4 സെൻറ്റൻസാണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത സൂചന, സുഖ ദുഃഖ കവിത की पंक्तियां पढ़ें और प्रश्न 4 से 5 तक के उत्तर लिखें. സുഖ ദുഃഖ കവിതയുടെ വരികൾ വായിച്ചിട്ട് 4 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യഹ് സാഞ്ച് ഉഷാ കാ ആംഗൻ ആലിംഗൻ വിരഹ മിലൻ കാ ചിർഹാസ് അസ്രുമയ ആനൻ രേ ഇസ് മാനവി ജീവൻ കാ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മുഖ് കാ സമാനാർത്ഥി ശബ്ദ് ചുൻകർ ലിഖേ. മുഖ് എന്ന വാക്കിൻ്റെ അതേ അർത്ഥം വരുന്നൊരു വാക്ക് ഈ കവിതയിലുണ്ട്, അത് ഏതാണെന്നുള്ളതാണ്. സെക്കൻഡ് ഓപ്ഷൻ ആനൻ എന്നതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 5ാമത്തെ ക്വസ്റ്റ്യൻ, കവിതാംശമേം സാഞ്ച് ഔർ ഉഷ കിൻ കിൻകെ പ്രതീക് ഹെ. ഈ കവിതാഭാഗത്തിൽ സാഞ്ച് എന്നതും അതുപോലെ ഉഷ എന്തിൻ്റെയെല്ലാം പ്രതീകമാണ് എന്നാണ്. നമുക്ക് പറയാൻ കഴിയും, സാഞ്ച് ദുഃഖ കാ പ്രതീക് ഹെ ഔർ ഉഷ സുഖ കാ പ്രതീക് ഹെ. സന്ധ്യാസമയം എന്ന് പറയുന്ന ദുഃഖത്തിൻ്റെയും അതുപോലെ പ്രഭാതം എന്ന് പറയുന്ന ഈ സുഖത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത സൂചന എന്താണെന്ന് നോക്കാം. പിതാ കാ പ്രായശ്ചിത്ത് സംസ്മരൺ കാ അംശ പടേം അവർ പ്രശ്നിച്ച് അവർ സാത്ക്ക് ഉത്തർ ലിഖേം. പിതാ കാ പ്രായശ്ചിത്ത് എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പിൻ്റെ ഭാഗം തന്നിട്ടുണ്ട്. 6 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന് ഇതിനെ ആസ്പദമാക്കി ഉത്തരം എഴുതുക. ഇവിടെ
सजा रहने के बाद भी मेम शायद झूठ बोलने की अपनी आदत नहीं बदलती होती, परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ। मुझे लगता है जैसे यह घटना कल ही घड़ी हो। अहिंसा की यही शक्ति है. ഈ പാരഗ്രാഫിലെ ക്വസ്റ്റ്യൻ ഇതാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ സഹി വാക്യ ചുൻകർ ലിഖേ. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഇത് ഗ്രാമർ പാർട്ടാണ്. നമ്മൾ മേം ഇദർ ഹൂം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുള്ള ഭാഗത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഇത്. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. അരുൺ ഗാന്ധി ആശ്രം മേ രഹ്താ ഹേ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ അപ്പനി ഗൽത്തി പർ പിതാ കോ പ്രായശ്ചിത് കർത്തെ ദേഖ് അരുൺ ഗാന്ധി കോ ബഹുത് ദുഃഖ് ഹുവ. തൻ്റെ തെറ്റിന്മേൽ അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് കണ്ട് അരുൺ ഗാന്ധിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. ഉസ്നെ കഭി ചൂട്ടിന്നെ ബോൽനെ കാ നിർണയ ലിയ. ഞാൻ ഇനി ഒരിക്കലും കളവ് പറയില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അരുൺ ഗാന്ധിക്ക് ഉസ് ദിൻ കി ഡയറി ലിഖെ. അരുൺ ഗാന്ധിയുടെ അന്നത്തെ ദിവസത്തെ ഡയറി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറിക്ക് നമ്മൾ ദിനും താരീഖും എഴുതേണ്ടതുണ്ട്. അപ്പം ഏകദേശം ഇതുപോലൊരു ഡയറി നിങ്ങളും എഴുതിയിട്ടുണ്ടാവണം. ആജ് മേം പിതാജി കോ ഏക് മീറ്റിംഗ് കെ ലിയെ കാർ മേ ഷഹർ ലേ ഗയ. ഞാൻ ഇന്ന് പിതാജിയെ ഒരു മീറ്റിങ്ങിന് വേണ്ടി കാറിൽ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. ബതായെ ഗയെ കാമോं को निपटाकर 5 बजे उन्हें लेने जाना था. പറഞ്ഞ ജോലികളെല്ലാം തീർത്തിട്ട് 5 മണിയാകുമ്പോൾ അദ്ദേഹത്തെ കൂട്ടാൻ പോകണമായിരുന്നു. ലേക്കിൻ എന്നാൽ ഫിലിം ദേഖ്തേ രഹ്നെ സെ ഉനെ ലേനെ മേ സമയ പർ വഹാ പഹുഞ്ച് ന സക. എന്നാൽ ഞാൻ സിനിമ കണ്ടിരുന്നത് കൊണ്ട് എനിക്ക് ആ സമയത്ത് അവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. പിതാജി ബേസബ്രി സെ മേരെ ഇന്തസാർ കർ രഹേ ഥേ. അച്ഛൻ ക്ഷമയോടെ എന്നെ അവിടെ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഉൻകെ പൂച്ചിനെ പർ. അദ്ദേഹം ചോദിച്ചപ്പോൾ മേൻ ചൂട്ട് ബോല. ഞാൻ കള്ളം പറഞ്ഞു. കി കാർ തയ്യാർ നഹീദി. കാറ് റെഡി ആയിട്ടില്ലായിരുന്നു. ഇസലിയെ അതുകൊണ്ട് ദേർ ഹോ ഗയി. അതുകൊണ്ടാണ് സമയം പോയത്. ലേക്കിൻ എന്നാൽ പിതാജി അസലിയത്ത് ജാൻ ചുക്കേത്. പിതാജിക്ക് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമായിരുന്നു. മേരി ചൂട്ട് പർ പ്രായശ്ചിത്ത് കർത്തേ ഹുയെ പിതാജിനെ ഘർ തക്ക് കി 18 മീൽ ദൂരി പൈദൽ ചൽക്കർ തയ് കിയ. പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് അച്ഛൻ വീട് വരെ 18 മൈലോളം ദൂരത്തിൽ കാൽനടയായി നടക്കാൻ തീരുമാനിച്ചു. മേ ഉൻകെ പീച്ചെ. ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകിൽ ധീമി ഗതീസെ വളരെ പതുക്കെ കാർ ചലാക്കർ കാർ ഓടിച്ചുകൊണ്ട് ഘർ പഹൂഞ്ച വീട്ടിലെത്തിച്ചേർന്നു. ഇൻ ഘടനാസെ ദുഃഖി ഹോക്കർ. ഈ സംഭവത്തെക്കുറിച്ച് ദുഃഖിതനായി മേനെ ഞാൻ കബി ചൂട്ടിന്നെ ബോൽനേക്കാ നിർണയിലിയ. ഇനി ഒരിക്കലും കളവ് പറയില്ല എന്ന തീരുമാനത്തിലെത്തി. ആജ് കാ യഹ് വിശേഷ ദിൻ മേം കൈസെ ഭൂലും. ഇന്നത്തെ ഈ വിശേഷപ്പെട്ട ദിനം ഞാൻ എങ്ങനെ മറക്കും. ഇതുപോലെയുള്ള ഏകദേശം ഇതിന് സാമ്യമുള്ള ഡയറിയാണ് അരുൺ ഗാന്ധിയുടേത് നിങ്ങൾ എഴുതേണ്ടിയിരുന്നത്. അടുത്ത സൂചന ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര. കവിത കി പങ്ക്തിയാം പഠേം അവർ പ്രശ്ന 8 और 9 से ഉത്തർ ലിഖേ. ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര കവിതയുടെ വരികൾ വായിച്ചിട്ട് 8 മുതൽ 9 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹമേ മാലൂ ഹേ അപ്നി ബീമാരി കാ കാരൺ. വഹി ഏക് ഛോട്ടാ സാ ശബ്ദ് ഹേ ജിസെ സബ് ജാൻതേ ഹേ പർ കഹ്താ കോയി നഹി വഹ് ഹേ ഗരീബി. ഇത് ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്രയിലെ ഭാഗം തന്നിട്ടുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ചോട്ടാ ശബ്ദ് മേ വിശേഷൺ ശബ്ദ് കോൺസാ ഹേ. ചോട്ടാ ശബ്ദ് അല്ലേ, അതിലെ വിശേഷണ പദം ഏതാണ്? ആദ്യത്തെ വാക്കായ ചോട്ട എന്നതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 9ാം ക്വസ്റ്റ്യൻ കവി ഔർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ് കാ ആശയ ലിഖേ. കവിയെയും കവിതയെയും സൂചിപ്പിച്ചുകൊണ്ട് ഈ വരികളുടെ ആശയം എഴുതുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന വരികളുടെ ആശയം ഇതിലെ വരികൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എഴുതേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ആശയം തയ്യാറാക്കുക എന്നുള്ളത്. प्रस्तुत पंक्तियाँ प्रमुख कवि बर्तोल्ड ब्रेख्त की डॉक्टर के नाम मजदूर का पत्र नामक कविता से ली गई है. തന്നിരിക്കുന്ന വരികൾ പ്രമുഖ കവിയായ ബർത്തോൾഡ് ബ്രെഖ്തിൻ്റെ ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന പേരുള്ള കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇൻമേം മസ്ദൂർ അപ്നി ബീമാരി കാ കാരണം ഡോക്ടർ സെ ബതാത്തെ ഹെ. ഇതിൽ ഒരു തൊഴിലാളി തൻ്റെ അസുഖത്തിൻ്റെ കാരണം ഡോക്ടറോട് പറയുകയാണ്. മസ്ദൂർ ഡോക്ടർ സെ ബതാത്തെ ഹെ കി. മസ്ദൂർ തൊഴിലാളി ഡോക്ടറോട് പറയുകയാണ് കി എന്തെന്നാൽ അപ്പനി ബീമാരി കാ കാരൺ വേ ജാൻതേ ഹെ. മസ്ദൂർ പറയുകയാണ് തങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം താങ്കൾക്കറിയാം. വഹി ഏക് ചോട്ടാ സാ ശബ്ദ് ഹെ. അത് കേവലം ഒരു ചെറിയ വാക്കു മാത്രമാണ്. ഉസ്കെ ബാരെ മേ സബ് ജാൻതേ ഹെ. അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ലേക്കിൻ കോയി നഹി കഹ്താ. എന്നാൽ അത് ആരും പറയുന്നില്ല. വഹ് ശബ്ദ് ഹെ ഗരീബി. ആ വാക്കാണ് ദാരിദ്ര്യം. യഹാ മസ്ദൂർ കാ കഹന ഹെ കി. ഇവിടെ ഒരു തൊഴിലാളി പറയുകയാണ് കി എന്തെന്നാൽ ഉൻകാ ജീവൻ കഷ്ടപൂർണ്ണ ഹെ. അവരുടെ ജീവിതം എന്ന് പറയുന്നത് കഷ്ടപൂർണ്ണതയിലുള്ളതാണ്.
ഉൻകെ പാസ് ആവശ്യക് ഭോജൻ യാ വസ്ത്ര നഹി ഹെ, അവരുടെ പക്കൽ ആവശ്യത്തിന് ഭക്ഷണമോ വസ്ത്രമോ ഇല്ല. വാസ്തവത്തിൽ ഉൻകി ബീമാരി കാ കാരൺ ഗരീബി ഹി ഹെ, ഞങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം ദാരിദ്ര്യം തന്നെയാണ്. യഹ് കഹന കോയി നഹിൻ ചാഹത്ത, ഇത് പറയാൻ ആരും തന്നെയില്ല, ആരും ആഗ്രഹിക്കുന്നില്ല. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ യഹ് തോ സ്വാഭിമാൻ കി ബാത്ത് ഹെ, ഇത് അഭിമാനത്തിൻ്റെ കാര്യമാണ്, അതുകൊണ്ട് ആരും തന്നെ ഇത് പറയാറില്ല. യഹാം കവി സരൾ ഭാഷാക്കെ പ്രയോഗ സെ, ഇവിടെ കവി ലളിതമായ ഭാഷയിലൂടെ ഗരീബ് മസ്തൂറും കാ ഹാലത്ത്, ഒരു പാവപ്പെട്ട തൊഴിലാളികളുടെ അവസ്ഥ പ്രസ്തുത കർണേമേ സഫൽ ഹുയേ ഹെ, വ്യക്തമാക്കി തരുന്നു. കവിത ബഹുത് പ്രാസംഗിക ഔർ അച്ചി ഹെ, കവിത വളരെ പ്രാസംഗികവും വളരെ നല്ലതുമാണ്. അപ്പോൾ ഇതുപോലെ വ്യക്തമാർന്ന ആശയം ആ വരികളെ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സൂചന, ദോഹ പടേം ഔർ 10 से 12 तक के प्रश्नों के उत्तर लिखे. ദോഹ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 ദോഹ പഠിച്ചിരുന്നു. ദോഹ വായിച്ചിട്ട് 10 മുതൽ 12 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. बड़ा हुआ तो क्या हुआ, जैसे पेड़ खजूर, पंदी को छाया नाहिം फल लागे അതിദൂർ. അല്ലേ, വലുതായിട്ട് എന്ത് കാര്യം, ഒരു ഈത്തപ്പഴ മരം പോലെ, യാത്രക്കാർക്ക് തണൽ നൽകുന്നില്ല, പഴമാണെങ്കിലോ അതിദൂരത്തിലും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പോൾ അതിൻ്റെ ആശയം എന്താണ്, അപ്പം എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കബീറിനെ സ്വാർത്ഥി ലോഗോं की तुलना किस पेड़ से की है, കബീർ സ്വാർത്ഥരായ ജനങ്ങളോടുള്ള തുലന ഏത് വൃക്ഷവുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം, സെക്കൻഡ് ഓപ്ഷൻ ഖജൂർ കെ പേഡ് സെ. 11ാമത്തെ ക്വസ്റ്റ്യൻ, യാത്രിക്ക് അർത്ഥമേ പ്രയുക്ത ശബ്ദ ദോഹെ സെ ചുൻകർ ലിഖെ, യാത്രി എന്നർത്ഥം വരുന്ന വാക്ക് ഈ ദോഹയിൽ നിന്നും എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, തേർഡ് ഓപ്ഷൻ പന്തി എന്നതാണ്. 12ാം ക്വസ്റ്റ്യൻ, ഇസ് ദോഹെ കാ സന്ദേശ് ലിഖെ, ഈ ദോഹയുടെ സന്ദേശം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഹമേ ബഡേ ഹോനെ പർ ഭി ദൂസരോं का ഉപകാർ യാനി പരോപകാർ കർണ ചാഹിയെ, നമ്മൾ വളർന്നു വലുതാവുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം അല്ലെങ്കിൽ പരോപകാരം നമ്മൾ ചെയ്യണം, അതാണ് ഈ ദോഹയുടെ സന്ദേശം. അടുത്ത സൂചന എന്താണെന്ന് നോക്കാം. സൂചന, ബാത്തൂസ് मंगलवार की डायरी का अंश पढ़े, 13 से 15 तक के प्रश्नों के उत्तर लिखे. ബാത്തൂസ് मंगलवार की എന്ന ഡയറിയുടെ ഭാഗം വായിച്ച് 13 മുതൽ 15 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നാണ്. मुझसे कोई लोग पूछते हैं कि शहर में मेरा क्लिनिक कहाँ है, मेरा जवाब होता है कि क्लिनिक शहर में नहीं है, यही जंगल के बीच ये सभी मेरे क्लिनिक है, मुझे इसी तरह का डॉक्टर बन रहना है, यही काम मुझे अच्छा लगता है और इसी काम का मुझे रोज़ इंतज़ार रहता है. അപ്പോൾ രമണി അഡ്കുരിയുടെ ഡയറിയിൽ നിന്നുള്ള ഭാഗമാണ്. ക്വസ്റ്റ്യൻ 13ാമത്തേത് ഇങ്ങനെയാണ്. ഡോക്ടർ രമണി അഡ്കുരി കിസ് തരഹ കി ഡോക്ടർ ബനെ രഹന ചാഹത്തി ഹെ, ഡോക്ടർ രമണി അഡ്കുരി എപ്രകാരമുള്ള ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹിച്ചിരുന്നത്? നമുക്കറിയാം, തേർഡ് ഓപ്ഷൻ പരോപകാരി എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ രമണി അഡ്കുരി കഹാം ക്ലിനിക്ക് ചലാനാ ചാഹത്തി ഹെ, ഡോക്ടർ രമണി അഡ്കുരി എവിടെയാണ് ക്ലിനിക്ക് നടത്താൻ ആഗ്രഹിച്ചിരുന്നത്? നമുക്കവിടെ ആ 2ാമത്തെ വരിയിലുണ്ട്, ജംഗൽ കെ ബീച്ച്, അല്ലേ, കാടിൻ്റെ നടുക്ക്. 15ാമത്തെ ക്വസ്റ്റ്യൻ, വിശ്വ സ്വാസ്ഥ്യ ദിവസ് 7 अप्रैल 2024 को है. 2024 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം ആഘോഷിക്കുന്നു. ഇസ് അവസർ പർ, ഈ അവസരത്തിൽ ആപ്കെ സ്കൂൾ മേ, താങ്കളുടെ സ്കൂളിൽ ഡോക്ടർ രമണി അഡ്കുരിയെ ആദർ കിയാ ജായേഗ, ആദരിക്കുന്നു. ഇസ്കെ ലിയെ പോസ്റ്റർ തയ്യാർ കരേ, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഈ ദിവസവും ഇതുപോലെ വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളും പോസ്റ്റർ എഴുതിയിട്ടുണ്ടാകും. GHSS കൊല്ലം ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേരൊക്കെ കൊടുക്കുക. ഹിന്ദി ക്ലബ്ബ് നേതൃത്വമേ, ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിശ്വ സ്വാസ്ഥ്യ ദിവസ്, ലോകാരോഗ്യ ദിവസത്തിൽ ഡോക്ടർ രമണി അഡ്കുരി കാ ആദർ സമാരോഹ്, ഡോക്ടർ രമണി അഡ്കുരിയെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം 7 अप्रैल 2024 को, 2024 ഏപ്രിൽ 7 സുബഹ് 10 ബജെ, രാവിലെ 10 മണിക്ക് സ്കൂൾ സഭാഭവൻ മേ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. ഉദ്ഘാടൻ സ്വാസ്ഥ്യ മന്ത്രി കേരൾ, ഉദ്ഘാടനം ചെയ്യുന്നത് ആരോഗ്യമന്ത്രിയാണ്, കേരളത്തിലെ ആരോഗ്യമന്ത്രി. ഭാഗിലേയും പങ്കെടുക്കൂ, ലാഭോടായും ഇതിൻ്റെ പങ്കാളികളാകൂ. സബ്കാ സ്വാഗത്, ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അടുത്തത് ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. അഥവാ ഒന്നെങ്കിൽ നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കുക, അല്ലെങ്കിൽ രമണി അഡ്കുരി ഗരീബോं की ഡോക്ടർ ബനെ രഹന ചാഹത്തി ഹെ, ഡോക്ടർ രമണി അഡ്കുരി പാവങ്ങളുടെ ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹിച്ചിരുന്നത്. ബാമനി ഗാവ് കെ അപ്പിനെ അനുഭവവും കെ ബാരേമേം വേ അപ്പിനെ മിത്രക്കെ നാം പത്ര ലിഖത്തി ഹെ, ബാമനി ഗ്രാമത്തിലെ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് തൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ തൻ്റെ മിത്രത്തിനൊരു കത്ത് എഴുതുന്നു. വാ പത്ര ലിഖേം, ആ ലെറ്റർ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥാന താരീഖ് എഴുതണം.
പ്രിയ സഹേലി, നമുക്ക് കൂട്ടുകാരിക്കാണ് എഴുതുന്നത്, അതുകൊണ്ട് പ്രിയ സഹേലി. തും കൈസേ ഹോ? കുശൽ ഹോ ना? मैं यहाँ ठीक हूँ. मैं जंगल के बीच बामनी गाँव में हर मंगलवार को चलाते आ रहे क्लिनिक की कुछ खास बातें तुमसे बांटती हूँ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കാടിന് നടുക്ക് ബാമനി ഗ്രാമത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ഒരു ക്ലിനിക്ക് നടത്തി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. बरसात के मौसम होने पर भी मैं अपने साथियों के साथ 65 കിലോമീറ്റർ യാത്ര करके ബാമിനി ഗാവ് പഹുഞ്ചി. മഴക്കാലമായിട്ട് പോലും, ഭയങ്കര മഴയായിട്ട് പോലും ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഒരു 65ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് ബാമനി ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ക്ലിനിക് മേ ബഹുത്ത് ഭീഡ് ഹമാരി പ്രതീക്ഷ കർ രഹേ തെ. ആ ക്ലിനിക്കിൽ വലിയൊരു ആൾക്കൂട്ടം തന്നെ ഞങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ചികിത്സാ കെ ലിയെ യഹാ ഗാവ് കെ ബാഹർ സേ ബി ലോഗ് ആത്തേ ഥേ. ചികിത്സയ്ക്കായി ഇവിടെ ഗ്രാമത്തിന് പുറത്തു നിന്ന് പോലും ആളുകൾ വരാറുണ്ടായിരുന്നു. അൻപഡ് ഹോനെ സേ സബ് ഇഞ്ചക്ഷൻ പർ ബഹുത്ത് വിശ്വാസ് കർത്തേ ഹേ. കൂടുതൽ പേരും വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇഞ്ചക്ഷനിലായിരുന്നു കൂടുതൽ വിശ്വാസമുണ്ടായിരുന്നത്. ഇസലിയെ, അതുകൊണ്ട് ഉനേം ബഹുത്ത് സമച്ചാന പെടുത്താതെ, എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായി വന്നു. ഭാരി വർഷാക്കെ കാരൻ ഹമേ ജംഗൽ മേ ഹി രുക്ന പട. വർദ്ധിച്ച മഴയായിരുന്നുകൊണ്ട് ആ കാട്ടിൽ തന്നെ ഞങ്ങൾക്ക് താമസിക്കേണ്ടതായി വന്നു. ഭോജൻ ബനാക്കർ ഗാനാപട. ഭക്ഷണമുണ്ടാക്കി ഞങ്ങൾ കഴിച്ചു. ഉസ് ദിൻ ഹംനെ ലഗ്ഭഗ് 70 മരീസ് ദേക്കെ. ഏകദേശം ആ ദിവസം ഞങ്ങളൊരു 70 രോഗികളെങ്കിലും നോക്കി. ലഗ്താ ഹേ യഹാം കെ ലോഗ് ഹമേ ബഹുത്ത് ചാഹത്തെ ഹേ. എനിക്ക് മനസ്സിലായി ഞങ്ങളെ ഇവിടെയുള്ള ആളുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. മുझे भी ജംഗൽ കെ ബീച്ച് കെ യഹ് ക്ലിനിക്ക് ബഹുത്ത് പസന്ത് ഹേ. എനിക്ക് ഈ കാടിന് നടുക്കുള്ള ഈ ക്ലിനിക്ക് വളരെയധികം ഇഷ്ടമാണ്. വഹാൻ തുമാരി ക്ലിനിക്ക് കൈസേ ചൽ രഹി ഹേ. അവിടെ നിങ്ങളുടെ ക്ലിനിക്ക് എങ്ങനെയെല്ലാം പോകുന്നു? ഘർവാലോം കോ മേരാ പൂച്ച്താച്ച് കഹന. വീട്ടുകാരോട് എൻ്റെ അന്വേഷണം അറിയിക്കുക. തും കബ് യഹാം ആവോഗി. നീ ഇനി എന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്? തബ് മിൽന മത്ത് ഭൂൽന. അപ്പോൾ കാണാൻ മറക്കണ്ട. ജവാബ് പത്രിക്ക് പ്രതീക്ഷാമേ. മറുപടി കത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് തുമാരി സഹേലി, നിൻ്റെ കൂട്ടുകാരി, സിഗ്നേച്ചർ, പേര്, ഇടത് സൈഡിൽ സേവാമേ, ടു അഡ്രസ്സാണ്, നാമ് പദ, പേര്, അഡ്രസ്സ്. ഈ ഒരു മോഡലിലായിരിക്കണം നിങ്ങൾ ലെറ്റർ എഴുതിയിട്ടുണ്ടാവേണ്ടത്. അടുത്ത സൂചന, इंद्रधनुष धरती पर उतरा. चित्रकथा का अंश पढ़ें और प्रश्न 16 और 17 के उत्तर लिखें. ഇന്ദ്രധനുഷ് ധർത്തി പർ ഉദര ഭാഗം വായിച്ചിട്ട് 16 മുതൽ 17 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക. സപ്തം, अपने घर में मुझे रहने दिया, बहुत शुक्रिया. अब मुझे वापस जाना है. लड़के ने उसे विदा दी. वर्षा की बूंदें बरसने लगी. पूर्व में सूर्य की किरणें झलकने लगी. 7 रंगों वाला इंद्रधनुष चमकने लगा. सप्तम फिर से अपना घर पहुंच गया था. 16ാമത്തെ ക്വസ്റ്റ്യൻ, സപ്തം കോ കഹാ വാപ്പസ് ജാനാ ഹെ. സപ്തമിന് എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടിയിരുന്നത്? നമുക്കറിയാം. 4th ഓപ്ഷൻ ആകാശ് മേ. 17ാമത്തെ ക്വസ്റ്റ്യൻ, സപ്തം ഫിർ സെ അപ്നാ ഘർ പഹുഞ്ച് ഗയാ താ. ഈ സന്ദർഭമേ സപ്തം അവർ മാ കെ ബീച്ച് കി ബാത്ചീത്തിലേക്ക്. സപ്തം വീണ്ടും അവൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. ഈ അവസരത്തിൽ സപ്തമും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ തയ്യാറാക്കാൻ, അഥവാ അല്ല എങ്കിൽ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അത് ചേരുമ്പടി ചേർക്കാനാണ്. സംബന്ധ് പഹചാനേം അവർ ലിഖേം കിസിനെ കഹ. ബന്ധം തിരിച്ചറിഞ്ഞ് ആരാണ് പറഞ്ഞതെന്ന് സെൻറ്റൻസ് പറയാൻ. അപ്പോൾ നമുക്ക് ആദ്യം കോൺവെർസേഷൻ നോക്കാം. മാം കഹാൻ ഗയേ ഥേ, മേ ബഹുത്ത് പരേഷാൻ ഹോ ഗയി തി. അമ്മ, എവിടെ പോയിരുന്നു? ഞാൻ വല്ലാണ്ട് പരിഭ്രമിച്ചു പോയി. സപ്തം, ധർത്തി പർ, ഞാൻ ഭൂമിയിൽ പോയതാണ്. മാം, ക്യോം, എന്തിനാ നീ പോയത്? സപ്തം, ആകാശ് മേ രഹിത്തെ രഹിത്തെ മേ ഊബ് ഗയ. ആകാശത്ത് താമസിച്ച് ഞാൻ മടുത്തു പോയി അമ്മേ. മാം, ധർത്തി കൈസേ ഹേ, ഭൂമി എങ്ങനെയുണ്ട്? സപ്തം, മുझे ബഹുത്ത് പസന്തായി, എനിക്ക് വളരെ ഇഷ്ടമായി. വഹാക്കെ പേട് പൗതെ, അവിടുത്തെ ചെടികളും മരങ്ങളും, നദികളും പഹാട് പർവ്വതങ്ങളും, ഫൽ ഫൂല് പൂക്കളും പഴങ്ങളും, സബ് ബഹുത്ത് സുന്ദർ ഹേ, എല്ലാം വളരെ നല്ല രസമുണ്ട്. ലേക്കിൻ മാം, എന്നാൽ അമ്മേ. മാം, അമ്മ, ക്യാ ഹുവാ ബേട്ടാ, എന്തു പറ്റി മോനെ? സപ്തം, വഹാക്കെ അന്ധകാർ മേ മേരാ സുന്ദർ രംഗ് ദിക്കായി നഹി ദേ രഹേ ദേ. അവിടുത്തെ ആ ഇരുട്ടിൽ എൻ്റെ സുന്ദരമായ നിറം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മാം, അമ്മ, ബേട്ടാ മോനെ, ആകാശമേ രഹനെ വാലെ തും ധർത്തി പർ കൈസേ രഹ സക്തേ ഹോ. ആകാശത്ത് വസിക്കുന്ന നിനക്ക് എങ്ങനെ ഭൂമിയിൽ വസിക്കാനാകും? പ്രകൃതി മേ ഹർ പ്രാണി കാ അപ്ന അപ്ന ജഗഹ് ഹേ. പ്രകൃതിയിൽ ഓരോ ജീവികൾക്കും അവരുടേതായ സ്ഥലങ്ങളുണ്ട്. സപ്തം, വഹ് മുझे സമച്ച് ഗയാ മാം. അതെല്ലാം എനിക്ക് മനസ്സിലായി അമ്മേ. അടുത്തത് ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ ബന്ധം തിരിച്ചറിഞ്ഞിട്ട് അതിന് ആൻസർ ചെയ്യാന്നുള്ളതാണ്. തും ജരൂർ യഹാം ആരാം കർ സക്തേ ഹോ. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ലഡ്ക. തും മേരി ടഹനിയോ പർ നഹി രഹ് സക്തേ, പറഞ്ഞിരിക്കുന്നത് പേട്. കിസി ഝർനെ കെ പാനി മേ ഇന്ദ്രധനുഷ് കൈസേ രഹ് സക്താ ഹും. നിർജർ. ക്യാ മേ തുമാരെ ഘർ മേ ആരാം കർ സക്താ ഹും.
ഇന്ദ്രധനുഷ്. അടുത്ത സൂചന ബാത്തൂസ് मंगलवार की डायरी का अंश पढ़े 18 और 19 के उत्तर लिखे. 18 മുതൽ 19 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നാണ്. ഇവിടെ ബാത്തൂസ് मंगलवार-ന്റെ ഭാഗമാണ് തന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാക്യ പിരമിഡ് की पूर्ति करें. വാക്യ പിരമിഡ് പൂർത്തീകരിക്കാനാണ്. 2 വരി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ 2 വരി നമ്മൾ എഴുതണം. അവിടെ ഓപ്ഷൻസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എഴുതുക. ഹം ഭോജൻ കർത്തേ ഹേ, ഹം സ്വാദിഷ്ട ഭോജൻ കർത്തേ ഹേ. അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് ആ ഓപ്ഷൻസിനും കൂടെ ചേർത്തിട്ട് വേണം ഇവിടെ എഴുതാൻ. ഹം രാത് കോ സ്വാദിഷ്ട ഭോജൻ കർത്തേ ഹേ, ഹം രാത് കോ സാഗ് കാ സ്വാദിഷ്ട ഭോജൻ കർത്തേ ഹേ. അപ്പോൾ ഇതുപോലെ വാക്കുകൾ ചേർത്ത് കൂട്ടി നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ. आपके विचार में एक अच्छे डॉक्टर के गुण क्या क्या है? संकेतों के आधार पर टिप्पणी लिखे. താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു നല്ല ഡോക്ടർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്? സൂചനകളെ അടിസ്ഥാനമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. നമുക്കറിയാം കർത്തവ്യനിഷ്ഠ, ഈമാൻദാരി, സേവാഭാവ്, സഹാനുഭൂതി ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു നല്ല ഡോക്ടർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്താണെന്നൊരു കുറിപ്പ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അഥവാ അല്ല എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സഹി മിലാങ്കരെ മാച്ച് ദി ഫോളോയിങ് ആണ്. ഡോക്ടർ രമണി അഡ്കുരി. ഡോക്ടർ രമണി അഡ്കുരിക്ക് ചേരുന്നത് ഏതാണ്? ക്ലിനിക്ക് ചലാത്തി ഹെ. തേർഡ് ഓപ്ഷൻ ആണ്. ക്ലിനിക്ക് നടത്തുന്നു. നിയാരി നദി പർ പുൽ നഹി ഹെ. നാലാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അന്ധേര രണ്ടാമത്തെ ഓപ്ഷൻ. ഗഹര ഹെ. ബാരിഷ് മൂസൽദാർ ഹെ. ഡോക്ടർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളുടെ ഒരു ടിപ്പണിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം ഏകദേശം ഇത്രയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. എല്ലാവർക്കും എളുപ്പമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.